ഞങ്ങളുടെ ഉമ്മ. അച്ഛന എന്താണ് നോക്കി നിക്കണേ? അകത്തേക്ക് വിളിച്ചോണ്ടോ? ഇങ്ങോട്ട് കേൾക്കോടി. ചന്ദ്രൻ ഉദിച്ച് നിക്കണ പോലെ ഉണ്ടെന്ന് ഈ ദുനിയാവിൽ എല്ലാരും പറഞ്ഞപ്പോ വെറുക്കനെ കൂട്ടി പറയാന്നാ നമ്മൾ വിചാരിച്ചേ. എന്റെ മൊയ്തൂട്ടിയെ, ഈ ബാക്കിയുള്ളവനാ. ഇല്ലെങ്കിലേ ഇത്രയും മൊഞ്ചുള്ള ഒരു പെണ്ണിനെ അനക്കെങ്ങനെ കിട്ടാനാ? ഞമ്മക്കൊരു ബാപ്പയാവണ്ടേ ഉമ്മ? ഒരു കൂട്ടം തന്നെ ഉണ്ട് കൂടെ. ഇതെന്താണ് മൈമൂന മോറില് മുന്തിരിച്ചാറ് തേച്ചമാരി നിക്കണ? സന്തോഷം കൊണ്ട്. ഉസുരുള്ള ആൺകുട്ടിയോള് 3-4 കെട്ടിയെന്നിരിക്കും. കെട്ടിയോളെ നോക്കാനുള്ള ബമ്പും മീറും വേണം. അത്രേ ഭേദത്തിൽ പറഞ്ഞിട്ടുള്ളൂ. 3-4 ആക്കണ്ട, ഇമ്മണി ജാസ്തി ആവാല. സുൽത്താനല്ലേ, വലിയ സുൽത്താൻ. ബെരുക്കനല്ല, ആ കലന്ന ഹാജി ഓളെ മൊയ്യൊല്ലി വിട്ടത്. ചീനപ്പടക്കം കെട്ടിയിരിക്ക ഓളെ നവമ്മല്. സാരല്ലുമ്മ, ഓളുടെ വിഷമം കൊണ്ട് പറയണതല്ലേ. വിഷമിക്കാനാണെങ്കിൽ ഈയല്ലേ ഓളെക്കാട്ടി കൂടുതൽ വിഷമിക്കേണ്ടത്. ഈയല്ലേ ഓന്റെ ആദ്യത്തെ വീടല്. ഓള് രണ്ടാമത്തോളല്ലേ. അനക്കറിയോ, മൊയ്തൂട്ടിന്റെ ബാപ്പ ആദ്യം കിട്ടി ഞമ്മളെയാ. അവിടുന്ന് അങ്ങോട്ട് 9 കെട്ട് കെട്ടി. ഒരാളോട് ഞമ്മക്ക് ഒരു വിരോധമില്ലായിരുന്നു. ഉടുക്ക എന്തായി? 8ാമത്തോളി മൊഴി ചൊല്ലിട്ട് ഞമ്മടെ 2 കൈയും ചേർത്ത് പിടിച്ചു പറഞ്ഞു, അന്നെ മാത്രം നമ്മൾ വിടൂല എന്റെ കരളേ. ഇത് ഉമ്മ എന്നെ എത്ര വട്ടം പറഞ്ഞിരിക്കണ. എന്നാ ഇനി ഒന്നുകൂടി മുഴുവൻ കേട്ടോളി. വരി. ഇവിടെ വന്ന് നിങ്ങളോടൊക്കെ സമ്മതം വാങ്ങാൻ നേരമില്ലായിരുന്നു. പെണ്ണിന്റെ ബാപ്പ നമ്മളോട് ചോദിച്ചു, എന്താ പിന്നെ എന്തിനാ മൊയ്തൂട്ടി അറക്കാ വെച്ചതിനെ പോറ്റണമെന്ന്. അങ്ങനെ മരക്കച്ചവടത്തിന് പോയി നമ്മള് 3ാമത് പുയ്യാപ്പിളയായി. പാടച്ചോൻ തീരുമാനിച്ചാൽ അത് വേണ്ടാന്ന് വെക്കാൻ മനുഷ്യനെ കഴിയൂലാന്ന്. അതാണ് അതിന്റെ ശരി. 2 കെട്ടിയിട്ടും മക്കളില്ലാത്ത ഞമ്മക്ക് എങ്ങനെയെങ്കിലും ഒരു ബാപ്പയാവണ്ടേ മൊയ്ലിയാരെ? നിങ്ങള് ബിരിയാണി കഴിച്ചാ? തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. നിക്കാഹിന്റെ ഇടയിൽ നിന്ന് സലീമിനെ റഹ്മാനെ ഇങ്ങോട്ട് അയച്ചിട്ടാണ് ഇതെല്ലാം ഒന്ന് ഏർപ്പാടാക്കിയത്. നമ്മള് മുമ്പാടത്തിരിക്കാം. ബിരിയാണി ബാക്കിയാവൂന്നാ തോന്നണേ. ബിരിയാണി ബാക്കി വന്നാൽ അതിൽ തൊള്ളയിൽ നമ്മൾ കുത്തിക്കയറ്റു. നാട്ടിലുള്ള മുഴുവൻ ആളുകളെ വിളിക്കാൻ നമ്മൾ പറഞ്ഞു വിട്ടല്ലോ. 2 ദിവസം കൊണ്ട് എത്ര വീടാണെന്ന് വെച്ചാൽ കയറി ഇറങ്ങുക. കാര്യസ്ഥന് പിന്നെ ഇവിടെ എന്താ പണി? സാപ്പിട്ടാരെ, നിങ്ങൾ പോയിട്ട് ആമിനെ ബിരിയാണി കഴിച്ചു നോക്കട്ടെ. ആമിനെയോ? അതാരാ? അത് പറഞ്ഞൂടെ നേരെ? നമ്മളെ പുതിയ പെണ്ണ്. അല്ല, ഷാഹുനേരൊന്നും പറഞ്ഞില്ലേ? അതെങ്ങനെയാ? അങ്ങേരെ ഒന്ന് കണ്ടുകിട്ടിട്ട് വേണ്ടേ? മാപ്പിളക്കൂട്ടത്തിന്റെ കൂടെ പോവാന്നും പറഞ്ഞ് ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പഴാ കാണണേ. ഇറച്ചി നല്ലോണം ഇട്ടെടുക്ക് സലീമ. നമ്മളെ നാട്ടുകാർ വയറിറച്ചി കഴിക്കട്ടെ. കോലറക്കല് കൊയ്തൂട്ടിയാക്കിന്റെ പൊരയെന്നല്ലാണ്ട് വേറെ എവിടുന്ന ഇങ്ങനെ ബിരിയാണി കിട്ടിയ നാട്ടുകാർക്ക്? ബിരിയാണി കഴിച്ചാ അറിയൂല. ചെന്ന് നോക്ക് ബടുക്കൂസെ. കഴിച്ചില്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക്. മുട്ട 3 എണ്ണം വെച്ചോ. ഓള് ബിരിയാണി കഴിച്ച് തീരുമ്പോഴേക്ക് വെള്ളം ചൂടാക്കണം. ഓക്ക് കുളിക്കാന് ചെല്ല്. ഇതൊന്നും അല്ല അതിന്റെ സത്യം. നല്ല ഒരു തുക മേർ കൊടുത്തിട്ടാ ഹാജിയാർക്ക് ഈ പെണ്ണിനെ കിട്ടിയത്. അവളെ കണ്ടപ്പോ തുറന്നുപോയ വായ ഇപ്പോഴും ഹാജിയാർ അടച്ചിട്ടില്ല. ഇവരുടെ ഓരോ ആചാരം അനുസരിച്ച് ആദ്യ രാത്രി പെണ്ണിന്റെ വീട്ടിലല്ലേ കൂടല്. അതൊന്നും ഇല്ലാണ്ട് എന്താ ഇങ്ങോട്ട് പോന്നേ? ഇതൊക്കെ ആ ഇരുന്തലക്കാരൻ ഒരുത്തന്റെ പണിയാ. ആദ്യ രാത്രി കോലറക്കൽ വെച്ച് തന്നെ വേണമെന്ന ആ എബ്യൻ നമ്പൂരിശൻ പറഞ്ഞു കൊടുത്തിരിക്കണേ. അയാള് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കലല്ലേ ഈ ഹാജിയാരുടെ പണി? അതിന് ഹാജിയാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാൾ പറഞ്ഞിട്ട് കേൾക്കാണ്ട് കെട്ടിയതല്ലേ ആദ്യത്തെ 2നെയും. എന്നിട്ട് എന്തായി? ഇതുവരെ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ആ ബിയാത്തുമ്മയ്ക്ക് ഉണ്ടായോ? മാത്രമല്ല, ഈ കെട്ടിലൊരു കൊച്ചുണ്ടാവുന്നും അതോടെ ഈ കാണായ പ്രദേശം മുഴുവനും ഹാജിയാരുടേതാവും ആ നമ്പൂരിശൻ പറഞ്ഞിരിക്കുന്നത്. നീയൊക്കെ കൂടിയ അയാൾ ഇങ്ങനെ വലുതാക്കണത്. വേണ്ടാത്തൊന്നും പറയണ്ട. അങ്ങേര് പറഞ്ഞ പോലെ പൂജ മന്ത്രമൊക്കെ ചെയ്തിട്ടാ നിങ്ങളുടെ കാസ മാറി കിട്ടിയത്. അത് മറക്കണ്ട. ഇരുന്തലക്കാടൻ വലിയ ആള് തന്നെയാ. ചുട്ട കോഴിയെ പറപ്പിക്കണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. വെറുതെ ഓരോന്ന് പറഞ്ഞ് നാക്കിൽ വസൂരി വരുത്തി വെക്കണ്ട. ഫാത്തിമ, ആ പൗഡറിന്റെ ഡപ്പി എവിടെ? അന്നോടല്ലേ ചോദിച്ചത് ആ പൗഡറിന്റെ ഡപ്പി എവിടെയെന്ന്? അതിവിടെ തന്നെ ഉണ്ട്. ഈ പുതിയ അത്തറും കുപ്പി ഇങ്ങെടുത്തേ. ഈ അത്തറ് നമ്മളെ കുപ്പായത്തത്തിലൊക്കെ ഒന്ന് പോരട്ടെ. പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി മണിയറയിൽ എത്രയേരാ ഒറ്റയ്ക്ക് ഇരിക്കുക. നാട്ടിലുള്ള ദലാലുകൾക്ക് വയറ് നിറച്ച് കോഴി ബിരിയാണി കൊടുത്താലും മാത്രം പോരാ. നമ്മൾ ഓരോ കൂടെ ഇരുന്ന് സൊറ പറയുകയും വേണം. ഓൾ എന്താ വിചാരിക്കുക? എന്താ എൻ്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തത്? നല്ലൊരു രസമായിട്ട് മോറ് കറുപ്പിക്കല്ലേ ഫാത്തിമ? അത് പിന്നെ ഈ പൊരയിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണമെന്ന് ഞമ്മക്ക് എല്ലാവർക്കും ഇല്ലേ ആശ? നമ്മള് എത്ര കെട്ടിയാലും ഈ ആണ് നമ്മൾ ആദ്യത്തെ വീടര്. ഈ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞമ്മക്കാരും.
അനക്കിവിടെ എന്താണ് ഒരു കുറവ്? അരിയില്ലേ, തേങ്ങയില്ലേ, പയ്യന്റെ നെയ്യില്ലേ? തോന്നുമ്പോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാനാ. പുയ്യാപ്പിളന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? ഫാത്തിമാടെ നമ്മൾ ഇപ്പൊ ചോദിച്ചേ ഉള്ളു, മൈമുനാനെ കണ്ടില്ലല്ല എന്ന്. കാണാഞ്ഞ ഉറക്കം വരൂല. മൈമുന, നമ്മൾ എത്ര കിട്ടിയാലും നിങ്ങൾ രണ്ടാളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞമ്മക്ക് ആരും. പടച്ചോന്റെ കൃപ. മക്കാറാക്കണ്ട. പടച്ചോന് നിരക്കാത്തൊന്നും ഓലറക്കൽ മൊയ്തൂട്ടിയായി ചെയ്തിട്ടില്ല, ഇനി ചെയ്യയില്ല. ഒരാണിന് 4 വരെ കെട്ടാന്ന് നമ്മളെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തത് ഉടനെ ഉണ്ടാവോ? അന്ന് അറേബ്യയിലെ ബദർ യുദ്ധത്തില് കുറെ ആണുങ്ങൾ മയ്യത്തായി. അവരുടെ ബീവിമാർ അനാഥരാവരുത്, ചീത്ത ബൈക്ക് പോവരുത്. അതുകൊണ്ടാ ഒരാൾക്ക് 4 വരെ കെട്ടാന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ആദ്യത്തെ കെട്ടിയവും കലന്തനാജി യുദ്ധത്തിൽ മയ്യത്തായി പോയി എന്ന് വിചാരിച്ചോ? നീ ഓന്റെ കൂടെ പൊറുക്കാൻ നീ വിചാരിക്കണ്ട. നല്ല ദിവസമായിട്ട് എന്റെ മോന്തമ്മൽ നമ്മൾ കൈയ്യക്കിടില്ല. പുറംനാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി മണിയറയിൽ ഒറ്റയ്ക്കിരിക്ക. ആമിന, ഇക്കാനെ കാത്തിരുന്ന് മടുത്ത. എന്ത് ചെയ്യാനാ പൊന്നെ, നാട്ടുകാരൊക്കെ ഒന്ന് പോയി കിട്ടണ്ടേ? ആമിന, ഈ വല്ലതും കഴിച്ച എന്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പണിക്കാരിച്ചയോട് പറഞ്ഞിരുന്നു. ഈ പോര നിറച്ച് പണിക്കാരിച്ചളാ. അതാണ് നമുക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. ഒരാഴ്ച മുമ്പ് പുത്തനങ്ങാടിയിൽ വെച്ച് നമ്മളെ മുമ്പിൽ വന്ന് ഉദിച്ചെന്നില്ല, ഇപ്പൊ ഇതാ നമ്മളെ മണിയറയിൽ വന്ന് ഉദിച്ചിക്കണ്. അമിന, എന്താണ് ഒന്നും മുണ്ടാത്ത്? നാണാണ് എന്റെ ബെക്കോ നാണൊക്കെ മൊയ്തൂട്ടിക്ക് ഇന്ന് മാറ്റുന്നുണ്ട്. നേര് പറയട്ടെ മുത്തേ, അന്നെ പോലത്തെ ഒരു പൂവൻ ഭയത്തിന് ഞമ്മക്ക് വീടരായി കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ല. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. അമിന, അന്നെ ഞമ്മക്ക് തന്നത് പടച്ചോനാണ്. അല്ലെങ്കിൽ എന്റെ ബാപ്പയും ഞമ്മളെ ബാപ്പയും കൂട്ടുകച്ചവടം ചെയ്യോ? ഞമ്മളെ ബാപ്പാക്ക് എന്റെ ബാപ്പ കൊടുക്കാനുള്ള കായ് വാങ്ങാൻ ഞമ്മൾ എന്റെ പുരയിൽ വരുമോ? ഞമ്മക്ക് കായ് വേണ്ട, അന്നെ മതിയെന്ന് ഞമ്മൾ പറയോ? ആമിന, ഇങ്ങോട്ട് അടുത്ത് വാ. അന്റെ കുലുങ്ങിയുള്ള നടത്തം ഞമ്മൾ ഒന്ന് കാണട്ടെ. വാ, എന്റെ അടുത്തേക്ക് വാ. വെക്കം മാറിയിട്ടില്ല? എന്നാ ഞമ്മൾ അങ്ങോട്ട് വരാം. എന്താ എന്താ എന്ത് പറ്റി? മൊയ്തൂട്ടി, എന്താ ഉണ്ടായേ? ബോളങ്ങിട്ട് വീട് എന്താ പറ്റിയേ? വായ നോക്കി നിൽക്കാൻ വെള്ളം എടുത്തിട്ട് വരീന്നേ. ഈ പോയി കാലൂരോട് പറഞ്ഞിട്ടേ ആ ഉണ്ണി പൈസ കൂട്ടുകൊണ്ടാൻ പറഞ്ഞു. ഈ എന്ത് കാണാൻ അയക്കണേ? ഹോംവർക്ക്. നിങ്ങൾ ആള് കൊസറാക്കൊള്ളിയാണെങ്കിലും കുറെ ജിന്നൻ റൂഹാനി നിങ്ങളുടെ കീശയിലെടുത്ത് നമുക്ക് ഇപ്പോഴാ വിശ്വാസമായത്. ഓള് മയ്യത്താവുമില്ലേ? മനുഷ്യന്മാരെ മയ്യത്താക്കുന്ന പണിയൊന്നും നമ്മളെ കൈമില്ല. എന്നാലും നിങ്ങൾ മൊട്ടയമ്മ പഠിച്ച പണിയോണ്ട് പള്ളക്കിട്ട കൊണ്ടത് പിയാപ്പിള കാലെടുത്ത് മണിയറയിലേക്ക് വെച്ചതും പെണ്ണ് ബോധം കെട്ട് പൊത്തോന്ന് കിടക്കുന്നതായ പോന്നത് വേണം. ഓൻ നമ്മളോട് കാണിച്ച ചതി നിങ്ങൾക്ക് അറിയോ? അതിന് മൊയ്തുട്ടീനെ മാത്രമായിട്ട് കുറ്റം പറയാൻ കഴിയൂല. നിങ്ങളെ കയ്യിലും ഇല്ലേ കുറ്റം? ബിരിയാണിക്ക് ഇച്ചിരി എരി കൂടിയെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് മൈമുനാനെ മൊയ്യല്ലാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? അയ്യോ, ഇത്രയും ചെറിയ കാര്യത്തിന് ഭാര്യ ആരെങ്കിലും ഉപേക്ഷിക്കുമോ? അങ്ങനെ ചോദിക്കുന്നായരെ, ബിരിയാണിയാണോ ബീബിയാണോ മനുഷ്യന്മാർക്ക് വലുതെന്ന് ചോദിക്കേ. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. ഓ കഷ്ടം, നിങ്ങൾക്ക് വീണ്ടും കെട്ടായിരുന്നില്ലേ? നിങ്ങൾ ഹിന്ദു അല്ലേ നായരെ? നമ്മുടെ സമുദായത്തിന്റെ ആചാരങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ജാതിയിൽ ഒരാൾ തലാക്ക് ചൊല്ലി പെണ്ണിനെ ഒഴിവാക്കിയാൽ ആ പെണ്ണിനെ അവന് വീണ്ടും കെട്ടണമെങ്കിൽ വേറൊരുത്തം കെട്ടി മൊയ്യണം. അതിന് നമ്മള് എടക്കെട്ടെന്ന് പറയും. അങ്ങനെ കലന്തരാജിയെ എടക്കെട്ട് കെട്ടി സഹായിക്കാൻ വന്ന മൂപ്പരെ ചങ്ങായിയായിരുന്നു മൊയ്തുട്ടിയാച്ചി. മൈമൂനാനെ കെട്ടിയിട്ട് മൊയ് ചൊല്ലിക്കൊള്ളാന്ന് മൊയ്തുട്ടി ഇവനോട് പറഞ്ഞു. അങ്ങനെ കെട്ടുകഴിഞ്ഞ് മൈമൂനാന്റെ മൊഞ്ച് കണ്ടപ്പോ ഓന്റെ കണ്ണ് മഞ്ഞളിച്ച് ഓളെ ഓൻ വിട്ടുകൊടുക്കൂലെന്നും പറഞ്ഞു. വല്ലാത്ത ചതിയാണ് ആ ഹിമാറ് നമ്മളോട് ചെയ്തത്. മൈമൂനയ്ക്ക് മൊയ്തൂട്ടിയെ ഇഷ്ടമല്ല എന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ?
ഇഷ്ടമായാലും ഇല്ലെങ്കിലും നമ്മുടെ സമുദായത്തിലെ ഒരു പെണ്ണിനെ ഓളെ കെട്ടിയോൻ ഷാഹിദുകളെ മുമ്പിൽ നിർത്തി 1-ാം തലാക്ക് 2-ാം തലാക്ക് 3-ാം തലാക്ക് മുത്തലാക്ക് എന്ന് പറഞ്ഞ് മുറിയല്ലാണ്ട് ഇറങ്ങി പോരാൻ പറ്റൂല. ആഹാ, പടച്ചോൻ നിരക്കാത്ത കാര്യാവില്ലേ അത്? അപ്പൊ അതിന് നിങ്ങൾക്ക് മൈമൂനെ കിട്ടൂല? കിട്ടും. പടച്ചോൻ അതിനൊരു ബൈ കാണിക്കും.